നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 27 നക്ഷത്രങ്ങളാണുള്ളത്. ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായ പൊതു സ്വഭാവമുണ്ട്. അത് ജനിച്ച സമയം, ജാതകം എന്നിവയനുസരിച്ച് ഓരോരുത്തരിലും മാറ്റം സംഭവിക്കുമെങ്കിലും പൊതുവായ നക്ഷത്രഫലം ഒന്നുതന്നെയാണ്. ഇതിൽ ചില നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ജന്മനാ തന്നെ ഭാഗ്യം കൂടെ ഉണ്ടാകും. എല്ലാ നക്ഷത്രക്കാർക്കും ഭാഗ്യമുള്ളവർ തന്നെയാണ്. എങ്കിലും ചില നക്ഷത്രക്കാർ, നമ്മൾ പറയാറുണ്ട് വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചു എന്നൊക്കെ, നമ്മൾ നാട്ടിൻപുറങ്ങളിലെ ചൊല്ലുകൾ പോലെ. അപ്പോൾ ചില ആളുകൾ അവരുടെ ജീവിതം, അവർ ഈ ഭൂമിയിൽ എത്ര കാലം ജീവിക്കുന്നു അത്രയും കാലം എല്ലാവിധ ഭാഗ്യത്തോടു കൂടി ജീവിക്കാൻ ജന്മനാ തന്നെ യോഗം സിദ്ധിച്ച് വന്ന ആളുകളായിരിക്കും അവർ. തുടർന്ന എല്ലാ കാര്യങ്ങളും നേട്ടമായിരിക്കും. ചിലപ്പോൾ അവർ വിദ്യയിൽ അല്പം പുറകോട്ടാണെങ്കിലും പക്ഷേ അവരെവിടെ ചെന്ന് ഇടപെട്ടാലും അവരെ ജയിപ്പിച്ച് കൊണ്ടുപോകാൻ ഒരു ശക്തി അവരുടെ കൂടെ ഉണ്ടാകും. നമ്മൾ പറയാറുണ്ട് ചില ആളുകളെക്കുറിച്ച്, എന്നേക്കാളും ഏറ്റവും പുറവിലായിരുന്നവൻ, പക്ഷേ അവൻ വലിയ ടോപ്പിൽ ഇപ്പോൾ എത്തി എന്നൊക്കെ. ഇതൊക്കെയും ഭാഗ്യത്തിൻ്റെ ഒരു പിന്തുണ വളരെയധികം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ പറയാൻ പോകുന്ന കുറച്ച് സ്ത്രീ നക്ഷത്രക്കാരുണ്ട്. ഇവരെ വിവാഹം കഴിക്കുന്ന പുരുഷൻ, അതായത് ഭർത്താവായി വരുന്ന ആൾക്ക് അതിലൂടെ തന്നെ വീണ്ടും നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഒരു പാവപ്പെട്ട ചുറ്റുപാടിലായിരുന്നാൽ പോലും ഈ വിവാഹത്തിന് ശേഷം വളരെയധികം ഭാഗ്യങ്ങൾ ആ വ്യക്തിയിലേക്ക് എത്തും. അപ്പോൾ ഈ സ്ത്രീ നക്ഷത്രക്കാർക്ക് ജന്മനാ തന്നെ അതിനുള്ള ഭാഗ്യമുണ്ട്. അതായത് ഇവരുടെ ജനനത്തോടു കൂടി ഇവരുടെ കുടുംബം തന്നെ വളരെ മേന്മയിലും ശ്രേഷ്ഠമായ ജീവിത നിലവാരത്തിലേക്ക് എത്തുന്നത് കൂടാതെ ഇവർ കടന്നു ചെല്ലുന്ന കുടുംബം, അവിടെയും ഇവർ വളരെയധികം ഉത്തമരായ അല്ലെങ്കിൽ കുടുംബിനിയാകും. അതേപോലെ ഇവരുടെ ആ ഒരു വരവും മരുമകളായ ഒരു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വളരെയധികം ഭാഗ്യം ആ ഗൃഹത്തിലേക്ക് ഇവർ നിമിത്തം എത്തിച്ചേരുന്നതുമാണ്. ഇവർ തൊടാത്ത മേഖലകളുണ്ടാകും. എല്ലാ മേഖലയിലും ഒരുപാട് ജ്ഞാനമില്ലെങ്കിൽ പോലും ഏത് കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും ഇവർക്കൊരു അറിവുണ്ടായിരിക്കും. അതും ഈ നല്ല ജനന സമയത്തിൻ്റെ പ്രത്യേകത കൂടിയാണ്. എല്ലാവരും ബുദ്ധിയും ഭാഗ്യവും ഉള്ളവർ തന്നെയാണ്. എങ്കിലും ഈ കുറച്ച് നക്ഷത്രക്കാരായ സ്ത്രീജനങ്ങൾക്ക് ഒരു പ്രത്യേക ഭാഗ്യം ജന്മന തന്നെയുണ്ട്. അത് ഈ നക്ഷത്രത്തിൻ്റെ ഫലം കൂടിയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അവരുടെ ആ ഒരു ഭാഗ്യം അവർക്ക് ജീവിതത്തിൽ ഉടനീളം നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രക്കാരായ സ്ത്രീജനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. ജന്മനാ തന്നെ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള സ്ത്രീ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ രോഹിണിയാണ്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യം ഉള്ളവരാണ്. ഐശ്വര്യം വന്നു ചേരാൻ യോഗമുള്ളവരാണ്. എന്ന് വെച്ചാൽ ഇവർ ജനിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ആ കുടുംബ അന്തരീക്ഷം തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകും. അത്രയ്ക്ക് നേട്ടം അല്ലെങ്കിൽ നാടറിയുന്ന രീതിയിലുള്ള ഉയർച്ച ആ കുടുംബത്തിൽ വന്നിട്ടുണ്ടാകും. ഈ നക്ഷത്രക്കാരായ സ്ത്രീകളെ ഇനി വിവാഹം കഴിക്കുന്ന പുരുഷനോ അതിലേറെ നേട്ടവും ഐശ്വര്യവും അവരെ വിവാഹം കഴിക്കുന്നതിലൂടെ വന്നു ചേരും എന്നതിൽ സംശയം വേണ്ട. രോഹിണി നക്ഷത്രജാതയായ സ്ത്രീയെ വിവാഹം കഴിക്കുന്ന പുരുഷന് ജീവിതത്തിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. ധനപരമായ എല്ലാ ബുദ്ധിമുട്ടുകളും ആ പുരുഷന് ആ വിവാഹത്തോടു കൂടി തന്നെ മാറുന്നതാണ്. എല്ലാവിധ നേട്ടങ്ങളും, അതാണ് പറഞ്ഞത്, ജന്മനാ തന്നെ ഭാഗ്യം അനുഭവിക്കാൻ യോഗത്തോടു കൂടി ഈ ഭൂമിയിലേക്ക് വന്നവരാണ് രോഹിണി നക്ഷത്രക്കാരായ സ്ത്രീജനങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവർ ചെന്ന് കയറുന്ന ഗൃഹത്തിന് വളരെയധികം വിളക്കായി നേട്ടമായി ഇവർ തുടരുകയും ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ആ ചെന്ന് കയറുന്ന കുടുംബവും നാൾക്കുനാൾ ഉയരങ്ങളിലേക്ക്, ഉയർച്ചയിലേക്ക്, ഭാഗ്യത്തിലേക്ക് കടക്കുന്നതാണ്. ജന്മനാ തന്നെ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള സ്ത്രീ നക്ഷത്രക്കാരിൽ രണ്ടാമത്തെ നക്ഷത്രം പുണർദമാണ്. പുണർദം നക്ഷത്രക്കാരായ സ്ത്രീക്കും പുരുഷനും പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, വളരെയധികം ആത്മാർത്ഥതയുള്ള കൂട്ടരാണ് ഇവരെന്ന്. വിശ്വസിക്കുന്നവരെ ഒരു കാരണവശാലും ചതിക്കുകയില്ല. വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ നിലനിർത്തുന്ന ഒരു കൂട്ടര് തന്നെയാണ് പുണർദം നക്ഷത്രജാതർ. ഈ നക്ഷത്രക്കാരായ സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാരുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളായിരിക്കും വിവാഹത്തിന് ശേഷം ലഭിക്കുവാനായി പോകുന്നത്. ഇവർ കുടുംബിനിയായി അല്ലെങ്കിൽ ഭാര്യയായി ജീവിതത്തിലേക്ക്
കടന്നു വരുന്നതിന് ശേഷം ആ പുരുഷൻ്റെ ജീവിതം വളരെയധികം മേന്മയിലും നേട്ടത്തിലേക്കും എത്തുന്നതാണ്. ജീവിതത്തിലെ കഷ്ടതകളൊക്കെ മാറി ഐശ്വര്യവും ധനവും വന്നു ചെയ്യും പുണർതം നക്ഷത്രക്കാരായ സ്ത്രീജനങ്ങളെ വിവാഹം കഴിക്കുന്നതിലൂടെ. കാരണം അവരുടെ ജന്മസമയം മുതൽ തന്നെ അവർക്ക് ഭാഗ്യം തുണയായിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർ, അതായത് പുണർതം നക്ഷത്രജാതരായ സ്ത്രീകൾ ചെല്ലുന്ന ഏത് മേഖലയിലും അല്ലെങ്കിൽ ചെന്ന് പിടിക്കുന്ന തൊടുന്ന ഏത് മേഖലയിൽ ഇവർ കൈവച്ചാലും, അത് വിദ്യാഭ്യാസമാകട്ടെ അല്ലെങ്കിൽ ഏത് തരം മേഖലയിലാണെങ്കിലും ഇവർ വളരെയധികം ഭാഗ്യശാലികൾ തന്നെ. അതിൻ്റേതായ ഭാഗ്യ ഗുണാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉടനീളം പലതരത്തിൽ ഇവർക്ക് ദൃശ്യമാകുന്നതുമാണ്. അത് അവരുടെ ജനന സമയത്തിൻ്റെ അല്ലെങ്കിൽ ആ നക്ഷത്രത്തിൻ്റെ തന്നെ പ്രത്യേകതയാണ്. ഭാഗ്യശാലികളായ സ്ത്രീ നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രം പൂയമാണ്. പൂയം നക്ഷത്രക്കാരായ സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർക്ക് ജീവിതത്തിൽ വിവാഹശേഷം വളരെയധികം ഉയർച്ചയുണ്ടാകുന്നതാണ്. കാരണം ജീവിതത്തിലുടനീളം ഭാഗ്യം അനുഭവിക്കാൻ യോഗം ജന്മനാ തന്നെ സിദ്ധിച്ചിട്ടുണ്ട് പൂയം നക്ഷത്രക്കാർക്ക്. അത് ഞാൻ വീണ്ടും എടുത്തു പറയുന്നത് 27 നക്ഷത്രങ്ങളുണ്ടെങ്കിലും എല്ലാ സ്ത്രീ നക്ഷത്രങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും അല്ലെങ്കിൽ ഈ ഓരോ നക്ഷത്ര ജാതർക്കും ആ ഭാഗ്യം സിദ്ധിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് ഈ നക്ഷത്രങ്ങൾക്ക് അതിൻ്റേതായ പ്രാധാന്യം ഏറുന്നതും. അപ്പോൾ ഈ പൂയം നക്ഷത്രക്കാർക്ക് ജന്മനാ തന്നെ ഭാഗ്യം അല്ലെങ്കിൽ എല്ലാവിധ ഐശ്വര്യങ്ങളോടുകൂടി വർത്തിക്കാനുള്ള നേട്ടം, ഇവർ ഈ ഭൂമിയിൽ എത്ര കാലം വസിക്കുന്നു അത്രയും കാലം എല്ലാവിധ ഐശ്വര്യത്തോടു കൂടി വാഴാനുള്ള ഭാഗ്യം ജന്മനാ തന്നെ സിദ്ധിച്ചിട്ടുണ്ട്. ജീവിതത്തിലൊരു പ്രായം വരെ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ഈ വിവാഹത്തോടു കൂടി, അതായത് പൂയം നക്ഷത്രക്കാരായ സ്ത്രീകളെ ഭാര്യയായി അല്ലെങ്കിൽ സ്ത്രീയെ ഒരു ഗൃഹത്തിലേക്ക് മരുമകളായി ലഭിക്കുന്നതിലൂടെ തന്നെ ആ ഗൃഹത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. ഇവർ ഒരു പ്രത്യേക ഭാഗ്യം ജന്മനാ തന്നെ സിദ്ധിച്ചിട്ടുള്ള നക്ഷത്രക്കാരാണ് ഈ 3 കൂട്ടർ, അതായത് രോഹിണി, പുണർതം, പൂയം നക്ഷത്രക്കാർ. സാമ്പത്തികമായി വളരെ ഉയർച്ച നേടാനുള്ള യോഗം ജന്മനാ തന്നെ സിദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് ജോലി ലഭിക്കാനൊക്കെ, വിദ്യാഭ്യാസം പൂർത്തിയായി കഴിഞ്ഞ ഉടൻ തന്നെ ഉന്നത നിലവാരം പുലർത്തുന്ന ജോലിയൊക്കെ ലഭിക്കാനുള്ള യോഗവുമുണ്ട്. കൂടാതെ കുട്ടിക്കാലം മുതൽ തന്നെ മറ്റുള്ള പ്രായക്കാരായ കുട്ടികൾക്കുള്ള ജീവിത നിലവാരം ആയിരിക്കില്ല ഇവർക്കുള്ളത്. അത് ഇവരുടെ ഭാഗ്യത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. എല്ലാവിധ ഭാഗ്യ അനുഭവങ്ങളോടുകൂടി, വസ്ത്രമാകട്ടെ, ധനമാകട്ടെ, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് കളിപ്പാട്ടങ്ങളാകട്ടെ, എല്ലാം കൊണ്ടും നിറഞ്ഞ ഒരു ജീവിത സാഹചര്യമായിരിക്കും ഇവരുടെ ഭാഗ്യം ഇവർക്ക് നൽകുന്നത്. അപ്പോൾ വളരെയധികം ഭാഗ്യത്തോടു കൂടി ഈ ഭൂമിയിൽ ജീവിച്ച് എത്ര കാലം ജീവിക്കുന്നു അത്രയും കാലം വസിക്കാനുള്ള യോഗം സിദ്ധിച്ചിട്ടുണ്ട് ഈ 3 സ്ത്രീ നക്ഷത്രക്കാർക്ക്. അപ്പോൾ ഇവർ ചെന്ന് കയറുന്ന ഗൃഹവും വളരെയധികം പൂങ്കാവനമാക്കി അല്ലെങ്കിൽ വളരെയധികം പവിത്രമാക്കി മാറ്റാൻ ഇവരുടെ ഭാഗ്യം കൊണ്ട് തന്നെ സാധിക്കുന്നതാണ്. അപ്പോൾ ചെറിയൊരു നിലവാരത്തിലുള്ള ആളുമായിട്ടാണ് ഇവർ വിവാഹിതരാകുന്നതെങ്കിൽ പോലും ഇവർ ചെന്ന് കയറിയ ശേഷം ആ ഗൃഹം വളരെയധികം മേന്മയിലും നേട്ടത്തിലും പ്രശസ്തിയിലും അംഗീകാരത്തിലും ഒക്കെയും എത്തുന്നതാണ്. അത് ഇവരുടെ ഈ ജനന സമയത്തിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ ഈ നക്ഷത്രത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ എല്ലാ നക്ഷത്രക്കാരും ഭാഗ്യവതികളും ഭാഗ്യവാന്മാരും ആണെന്നിരിക്കലും ചില നക്ഷത്രക്കാർക്ക് ജന്മനാ തന്നെ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ജീവിതകാലത്തിൽ ആ ജീവിതം ഉടനീളം ഭാഗ്യാനുഭവങ്ങൾ അനുഭവിച്ചറിയാനുള്ള ഒരു യോഗം സിദ്ധിച്ചിട്ടുള്ളവരായിരിക്കില്ല. അപ്പോൾ ഇവരുടെ കാര്യം പറയുകയാണെങ്കിൽ ആ യോഗത്തോടു കൂടിയാണ് ഇവർ ഈ ഭൂമിയിലേക്ക് പിറന്നിരിക്കുന്നത്. നന്ദി.